إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാര്യമെന്നത് യാതൊരു നിലയും വിലയും കൽപ്പിക്കാതെ മനുഷ്യർ പാഴാക്കുന്ന ഒരു കാര്യമാകുന്നു. എന്താണത്? അതാണ് സമയം. പണ്ഡിതന്മാർ പറയുന്നത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ വിജയം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ കാര്യമാണ് സമയം. പക്ഷേ ആ സമയത്തിന് മനുഷ്യൻ യാതൊരു നിലയും വിലയും കൽപ്പിക്കുന്നില്ല. നമുക്കറിയാം, പണം, സമ്പത്ത്, നമ്മളത് പാഴാക്കുകയില്ല. ഭക്ഷണം, നമ്മളത് പാഴാക്കുകയില്ല. നമ്മുടെ പ്ലേറ്റിലെ അവസാന മാംസകഷ്ണവും ഇത് പാഴാക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ചേക്കാം. പക്ഷേ അതിനേക്കാളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയത്തെ യാതൊരു ഉപകാരവുമില്ലാത്ത വിധത്തിൽ, ഈ ലോകത്തും പരലോകത്തും ഉപകാരമില്ലാത്ത വിധത്തിൽ പാഴാക്കുന്ന വിഷയത്തിൽ ഒരു സങ്കടവും ഒരു പ്രയാസവും ഒരു വിഷമവും നമുക്ക് തോന്നുന്നില്ല. എന്നാൽ അറിയുക, സമയമെന്നത് നമ്മുടെ ജീവിതമാണ്. സമയം നഷ്ടപ്പെടുമ്പോൾ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, യാ ഇബ്ന ആദം ഇന്നമാ അൻത അയ്യാമുൻ, ആദമിന്റെ മക്കളെ, നിങ്ങളെന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക്, ഒരു ദിവസം പോയാൽ നിന്റെ ജീവിതത്തിലെ ചില ഭാഗങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം, സമയത്തെ ഉപയോഗപ്പെടുത്തണം എന്ന് അദ്ദേഹം പറയാറുണ്ട്. നാളെ ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയ വിലാപങ്ങളിൽ ഒന്ന്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എൻ്റെ നാശമേ, ഈ ഒരു ജീവിതത്തിനു വേണ്ടി, ഈ ഒരു പരലോകത്തിലെ സാക്ഷാൽ ജീവിതത്തിനു വേണ്ടി ഞാൻ മുൻകൂട്ടി കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, ദുനിയാവിലെ ജീവിതം ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന വിലാപം മഹ്ശറിലെ വലിയ വിലാപമാണ്. മരണസമയത്തെ സങ്കടവും അത് തന്നെ. റബ്ബന അഖിർന ഇലാ അജലിൻ ഖരീബ് നുജിബ് ദഅവതക വനത്തബിഉർ റുസുൽ, അല്ലാഹുവേ, ഒരു അല്പസമയം കൂടി നീ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിന്റെ ദഅവത്തിന് ഞങ്ങൾ ഉത്തരം തരാം, നിന്റെ പ്രവാചകനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്യാം. നോക്കൂ, അല്ലാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാമെന്ന് പറയുന്നത് മരിക്കുന്ന സമയത്ത്. ഒരു ജീവിതം ലഭിച്ചിട്ട് അത് പറഞ്ഞില്ല. വനത്തബിഉർ റുസുൽ, അമ്പിയാക്കളെ പിൻപറ്റാം, പ്രവാചകന്മാരുടെ സുന്നത്ത് പിൻപറ്റാം. ജീവിതം മുഴുവൻ ലഭിച്ചിട്ടും അത് പറഞ്ഞില്ല. പിന്നെ എപ്പോഴാണ് പറയുന്നത്? മരിക്കുന്ന സമയത്താണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം 5 കാര്യങ്ങൾക്ക് മുമ്പുള്ള 5 കാര്യങ്ങളെ. അതിലൊന്നെന്താണ്? ഹയാതക ഖബ്ല മൗതിക്, മരണം വരുന്നതിന് മുമ്പുള്ള ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. കാരണം ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്, അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്, നിന്റെ ആയുസ്സിനെ നീ ഏത് വിഷയത്തിൽ ചെലവഴിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം.
മഹാനായ സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗൽഭ ശിഷ്യനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ മകൻ അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആ ഉപ്പ പറഞ്ഞത്, സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ ബുനയ്യ ദഅനി, മകനെ നീ എന്നെ വിട്ടേക്കൂ, ഇന്നി അന ഫീ വിർദി അസ്സാദിസ്, ഇന്നത്തെ ദിവസത്തിലെ ഞാൻ സാധാരണ ദിക്ർ ചൊല്ലാറുള്ള ആ ദിക്റുകളുടെ കൂട്ടത്തിലെ 6ാമത്തെ ദിക്റിലാണ് ഞാൻ, അഥവാ 6ാമത്തെ സന്ദർഭത്തിലാണ് ഞാൻ. അതുകൊണ്ട് എന്നെ വിട്ടേക്കൂ, ഞാൻ ഈ ദിക്റുകൾ പൂർത്തീകരിക്കട്ടെ എന്നാണ്. മരണശയ്യയിൽ പോലും പറയുന്നത് ആ ദിക്റുകൾ ഞാൻ പൂർത്തീകരിക്കട്ടെ എന്നാണ്. എന്തായിരുന്നു അവരങ്ങനെ പറയാനുള്ള കാരണം? സലഫുസ് സാലിഹ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരണസമയത്ത് ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നു, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു. അവരോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ? അവർ പറഞ്ഞു, ഞങ്ങളുടെ കർമ്മങ്ങളുടെ രേഖകളുടെ ആ പുസ്തകം അടച്ചു വെക്കാൻ പോവുകയാണ്. അത് അടയ്ക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ പേജെങ്കിലും നന്മകൾ കൊണ്ട് നിറയ്ക്കാനാണ് ഞങ്ങൾ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഇദാ മാത ഇബ്നു ആദം ഇൻഖതഅ അമലുഹു, ആദമിന്റെ മക്കൾ മരിച്ചാൽ അമല് മുറിഞ്ഞുപോയി. ആ മരണം അമലിനെ മുറിക്കുന്നതാണ്. അതിനു മുമ്പ് തന്നെ കർമ്മങ്ങളുടെ രേഖയിൽ ധാരാളം സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുടനീളം വിശ്വാസികളോട് ജീവിതത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ, വെള്ളിയാഴ്ച ദിവസം നമസ്കരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ കച്ചവടം ഉപേക്ഷിച്ച് നിങ്ങൾ പള്ളിയിലേക്ക് വരണം. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുകയാണ്? കച്ചവടം ചെയ്യുകയാണ്. പള്ളിയിലേക്ക് വന്നു, ഇബാദത്തുകൾ കഴിഞ്ഞാലോ പിന്നെന്താണ് ചെയ്യേണ്ടത്? ഫൈദാ ഖുദിയത്തിസ് സ്വലാഹ് ഫൻതശിറൂ ഫിൽ അർദ്, വീണ്ടും ഭൂമിയിലേക്ക് പോയിക്കൊള്ളൂ. കാരണം ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് അള്ളാഹുവിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അധ്വാനിക്കുക. ദുനിയാവിൽ അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയും പരലോകത്തിലെ നന്മകൾക്ക് വേണ്ടിയും അധ്വാനിക്കുക. രാത്രി അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നത് എന്തിനാണ്? വിശ്രമിക്കാനാണ് എന്നാണ് ഖുർആനിൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രിയിൽ കുറച്ചു മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. എന്താണ് കാരണം? പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാ, 2 അനുഗ്രഹങ്ങളിൽ മനുഷ്യരധികവും വഞ്ചിതരാണ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് സമയം. ചില ആളുകൾക്ക് ഒഴിവ് സമയമുണ്ട്, പക്ഷേ ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യമില്ല. വേറെ ചില ആളുകൾക്ക് ആരോഗ്യമുണ്ട്, പക്ഷേ ഒഴിവ് സമയമില്ല. എന്നാൽ ഇത് രണ്ടും ലഭിച്ചാലോ അത് ഏറ്റവും വലിയ നിഅമത്താണ്. അത് രണ്ടും ലഭിച്ചിട്ടും പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുമില്ല, അവരാകുന്നു ഏറ്റവും വലിയ നഷ്ടക്കാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്, ആരോഗ്യം, മറ്റു സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ എല്ലാം തന്നെ പരലോകത്തിലെ വിജയത്തിനു വേണ്ടി സമർത്ഥമായി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സമയത്തിൻ്റെ ഉപയോഗത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്ന്, കൃത്യമായ പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ വേണം. അതിനെ തെറ്റിക്കാൻ ഒരാളെയും നമ്മൾ അനുവദിക്കാനും പാടില്ല. സലഫുസ് സാലിഹ്യങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, അവർക്ക് എല്ലാറ്റിനും കൃത്യമായ സമയങ്ങളുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, ഹദീസുകൾ ഹൃദയസ്ഥമാക്കാൻ, ദിക്റുകൾ ചൊല്ലാൻ, കുടുംബബന്ധം ചേർക്കാൻ, നമസ്കരിക്കുവാൻ, മറ്റു അദ്കാറുകൾ കൊണ്ടുവരുവാൻ, രോഗികളെ സന്ദർശിക്കുവാൻ, അങ്ങനെ ജീവിതത്തെ കൃത്യമായി പ്ലാനിങ്ങിലൂടെ, ടൈം ടേബിളിലൂടെയായിരുന്നു അവർ കൈകാര്യം ചെയ്തിരുന്നത്. അവരോട് ഏതെങ്കിലും നിലക്കുള്ള വ്യർത്ഥമായ സംസാരങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വിളിച്ചാൽ, വരൂ നമുക്ക് അല്പസമയം സംസാരിക്കാം, അല്പസമയം നമുക്ക് ആഹ്ലാദിക്കാം എന്ന് പറഞ്ഞാൽ അവരുടെ മറുപടി അംസിക് ഷംസ്,
സൂര്യനെ പിടിച്ചു വെക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ ഞാൻ വരാം, ഇല്ല എങ്കിൽ എനിക്ക് പാഴാക്കാൻ സമയമില്ല, എനിക്ക് ഒരുപാട് ഇബാദത്തുകൾക്കും നന്മകൾക്കും അത് നിർവഹിക്കുവാനേ എൻ്റെ അടുക്കൽ സമയമുള്ളൂ എന്നവർ കൃത്യമായി പറഞ്ഞിരുന്നു. ഇപ്രകാരം നമ്മുടെ സമയത്തെ പ്ലാനിങ്ങോടുകൂടി ഉപയോഗപ്പെടുത്തണം. രണ്ടാമത്തത്, അങ്ങേയറ്റം ബുദ്ധിപരമായിട്ടായിരിക്കണം സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. കാരണം നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും ഒരുപക്ഷെ ജീവിതത്തിലെ ഒരു ചെറിയ സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. എന്ന അധ്യായത്തെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ പരലോകത്ത് അവൻ ഏറ്റവും അഭിമാനിക്കുന്നത് 1000 ദിവസങ്ങൾ അവൻ ജീവിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സെക്കൻഡിലെ ഒരു നിമിഷത്തെക്കുറിച്ച് അവൻ അഭിമാനിച്ചേക്കാം. എപ്പോഴാണത്? ജീവിതകാലം മുഴുവൻ തിന്മകൾ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് അവസാനം അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്ന ഒരൊറ്റ വാക്ക്, സെക്കൻഡുകൾ മാത്രമേ അയാൾ അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ ആ ലഹളയാണ്, ആ മിനിറ്റാണ്, ആ സെക്കൻഡാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ആ വ്യക്തി കാണുക. അള്ളാഹുവാണേ അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല എന്ന് പാപിയായ ഒരു മനുഷ്യനോട് ആബിദായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തി പറഞ്ഞു. ഒരു സെക്കൻഡ് കൊണ്ടാണ് പറഞ്ഞത്, ഏറെ ആലോചിക്കാതെ പറഞ്ഞതാണ്. പക്ഷെ ഒരൊറ്റ വാക്കുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറഞ്ഞത് കാരണത്താൽ നരകത്തിലേക്ക് പോകേണ്ടി വന്നു. ജീവിതത്തിൽ അവസരങ്ങൾ, നിമിഷങ്ങൾ കടന്നു വരും. ആ നിമിഷങ്ങളെ ആലോചിച്ച് ഉപയോഗപ്പെടുത്തിയാൽ വിജയിക്കാൻ സാധിക്കും. ദാഹിച്ചു വലഞ്ഞ നായ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ നായക്ക് വെള്ളം കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അത് കൊടുക്കാതെ പോയാൽ ആ നിമിഷം അത് കടന്നുപോകും, പിന്നെ ഒരു ചാൻസ് ഇല്ല. പക്ഷേ ആ ചാൻസിനെ അപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തി പാപിയായ ആ മനുഷ്യനതാ അത് കാരണത്താൽ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിദൂര ദിക്കിൽ നിന്ന് ഒരാൾ ഒട്ടകപ്പുറത്ത് വരികയാണ്. പ്രവാചകനോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്, ഈമാൻ എന്താണ് എന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഒരേ ഒരു വാക്കേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, ഖദ് അഖറർതു, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. അടുത്ത നിമിഷം അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് വീണ് മരിക്കുകയാണ്. ഒട്ടകം മറിഞ്ഞപ്പോൾ ആ ഒട്ടകം അദ്ദേഹത്തിൻ്റെ മേലേക്ക് വീണു, അദ്ദേഹം മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം സ്വർഗത്തിലാണ് എന്നാണ്. സെക്കൻഡുകൾ കൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് കേട്ട സന്ദർഭത്തിൽ അല്പം ആലോചിക്കട്ടെ എന്ന് ചിന്തിക്കാതെ ആ സെക്കൻഡുകളെ ഉപയോഗപ്പെടുത്തിയപ്പോൾ വിജയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് സെക്കൻഡുകൾ, മിനിറ്റുകൾ, ദിവസങ്ങൾ, വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടും നമ്മൾ തോറ്റുപോയാൽ, നമ്മൾ പരാജയപ്പെട്ടു പോയാൽ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം എന്ന് മനസ്സിലാക്കി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും സെക്കൻഡുകളെയും നാളെ പരലോകത്തിലെ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.